ഹലാൽ ഫുഡ് ഇഷ്യൂ വാസ് ടേക്കൺ ബൈ സുരേന്ദ്രൻ. ഞാൻ ഓപ്പോസിറ്റായിട്ടാണ് സംസാരിച്ചത്. ഹലാൽ വിഷയത്തിലാണ് എന്നെ സെൻഷർ ചെയ്തത്. ഹലാൽ വിഷയം നോക്കൂ, ഈ സമൂഹത്തിൽ എത്രമാത്രം പരമത വിദ്വേഷം കടത്തിവിട്ട വിഷയമായിരുന്നു. എന്താ സുരേന്ദ്രൻ പറഞ്ഞത്? മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയുള്ള ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവർ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുകയെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു. ഞാനപ്പോൾ എടുത്ത നിലപാട് സോഷ്യൽ മീഡിയയിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഞാനത് ആദ്യം അന്ന് നമ്മുടെ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പേര് പറഞ്ഞ് ശരിയല്ലോ, ഒരു ചെയിൻ റെസ്റ്റോറൻറ്റ് ശൃംഖലയ്ക്കെതിരെ ഒരു വലിയ ആക്ഷേപം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്, ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു. നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, നമ്മളുടെ ഒരു സ്പീച്ച്, നിരുത്തരവാദപരമായിട്ടുള്ള സ്പീച്ച് കാരണം ഒരാളുടെ സ്ഥാപനം പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പരസ്പരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല. അതൊരു പർട്ടിക്കുലർ ഒരു കോഴിക്കോട് ഒരു റെസ്റ്റോറൻറ്റ്. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അല്ല, അന്ന് ആ റെസ്റ്റോറൻറ്റിനെതിരെ ക്യാമ്പയിൻ നടക്കുന്നത്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. അതേ ദിവസമാണ് സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയും വന്നത്. അപ്പോൾ അത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം പാലക്കാട് ബോർഡറാണ്. ജനിച്ചെല്ലാം മലപ്പുറം ജില്ലയിലാണ്. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത്തരം റെസ്റ്റോറൻറ്റുകളിൽ പോകും. സുരേന്ദ്രനും അങ്ങനെയുള്ള പ്രദേശത്ത് നിന്ന് വന്ന ആളാണ്. ഈ പ്രസ്താവനയൊക്കെ നടത്തിയ ശേഷം സുരേന്ദ്രൻ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരുടെ കല്യാണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പ്രധാനപ്പെട്ട വൻകിട മുസ്ലിം മുതലാളിമാരുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തുപ്പിയ ഭക്ഷണമാണോ കിട്ടുന്നതല്ലോ. അപ്പോൾ ഈ രീതിയിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയിട്ട് കൃത്യമായ ലക്ഷ്യത്തോടെ ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഒരാൾ നടത്താൻ പാടില്ലാത്ത പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതുമാത്രമല്ല, ഞാൻ അതിനെ വളരെ വ്യക്തിപരമായിട്ട് അതിനെ ഇത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവരുത്, കേരളത്തെ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്തരം ഭിന്നിപ്പുണ്ടാക്കുന്ന നിലപാടുകൾ ആരും സ്വീകരിക്കരുത്, വികാരമാവരുത്, വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേന്ദ്രൻ എന്നെ ഫോൺ ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പാർട്ടി നിലപാടാണ് എൻ്റേതെന്ന് വേറെ പോസ്റ്റ് ഇടിയിപ്പിച്ചു. എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചാണ്. എനിക്ക് വേറെ നിവൃത്തിയ കാലത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അപ്പോഴും അതൊരു വലിയ പ്രയാസമായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം 1 വർഷത്തോളം എന്നെ മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് വിലക്കി, TV ചർച്ചകളിൽ പോകുന്ന വിലക്കി എന്നെ കംപ്ലീറ്റ്ലി. അത് സാഹചര്യം ഉണ്ടായി. ലക്ഷദ്വീപ് വിഷയത്തിൽ സുരേന്ദ്രൻ്റെ പ്രസ്താവന അഗെയിൻ. ലക്ഷദ്വീപിൽ എന്താ പറയുക, ആയുധങ്ങൾ കണ്ടെത്തുന്നു, തീവ്രവാദികളുണ്ട്, മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളെയും ആക്ഷേപിക്കുന്ന നിലപാട് സുരേന്ദ്രൻ എടുത്തു. എൻ്റെ നിലപാട് വീണ്ടും നിങ്ങൾ പരിശോധിച്ചോളൂ. അന്നത്തെ മാതൃഭൂമി ചർച്ചയിൽ ഹാഷ്മി അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലക്ഷദ്വീപിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ്. ലക്ഷദ്വീപും ആൻഡമാനും ഇന്ത്യയുടെ മുങ്ങാത്ത വിമാനവാഹിനികളാണ്. അവിടുത്തെ ജനങ്ങളെയും ഉൾക്കൊള്ളണം. അവരുടെയും അവരെ അപരവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന എൻ്റെ നിലപാട്. ഈ 2 നിലപാടും വാസ്തവത്തിൽ പിന്നീട് BJPയുടെ കേന്ദ്ര നേതൃത്വം എൻ്റെ നിലപാടുകൾ അക്നോളജ് ചെയ്തു. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഹലാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ BJP സെൻട്രൽ ലീഡർഷിപ്പിൻ്റെ നിലപാട് പിന്നീട് വന്നു. ഞാൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. അവർക്ക് ആ നിലപാടിലേക്ക് വരേണ്ടി വന്നു. ലക്ഷദ്വീപ് വിഷയത്തിൽ പിന്നീട് ഞാൻ പറഞ്ഞ നിലപാടിലേക്ക് വരേണ്ടി വന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളെ അപരവൽക്കരിക്കുന്ന നിലപാടിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ സുരേന്ദ്രൻ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തെങ്കിലും വിളിച്ച് പറയും. നമ്മളത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളെ മേൽ ഫോഴ്സ്ഫുള്ളി അത് അടിച്ചേൽപ്പിക്കും. സന്ദീപിന്റെ ഡിസിഷൻ അറിഞ്ഞപ്പോഴത്തേക്കും BJP ലീഡർ എന്നോട് പറഞ്ഞു, സന്ദീപ് ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യനാണ്. അങ്ങനെയാണ്. ഞാൻ പ്രൊഫഷണൽ പൊളിറ്റീഷ്യനാണെന്ന്. ഈ പൊളിറ്റിക്സിനെ പ്രൊഫഷനാക്കിയത് അവരാണ്. ഞാൻ പൊളിറ്റിക്സിനെ പബ്ലിക്കിനെ സർവീസ് ചെയ്യാനുള്ളൊരു കാര്യമായിട്ടാണ് കരുതിയിട്ടുള്ളത്. അവർക്ക് പൊളിറ്റിക്സ് പ്രൊഫഷനായിരിക്കാം, എനിക്കതല്ല. അത് എൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ മതി. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അന്ന് BJPയുടെ നിലപാടുകൾ പറഞ്ഞു. ഇപ്പോൾ ഒരു ടിപ്പിക്കൽ കോൺഗ്രസ്സുകാരനെ പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സന്ദീപ് വാര്യർ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ആരാണ്? ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടോ? പിന്നെ നോക്കൂ, മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വരുന്ന സാഹചര്യം നമുക്ക് ഒരേ അഭിപ്രായം തന്നെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഏതെങ്കിലും കാര്യത്തിലുണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മാറി വരുന്ന സാഹചര്യം നമുക്ക് പലതരത്തിലുള്ള ചിന്തകളുണ്ടാവും, പലതരത്തിലുള്ള തിരിച്ചറിവുകളുണ്ടാവും. ആ തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മാറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ മനുഷ്യനാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അടിമയായിട്ടിരിക്കുകയാണ്. പിന്നെ
ഇപ്പോൾ CPM-ലും BJP-യിലൊക്കെയുള്ള പ്രശ്നം എന്താ? ചില കുടുംബങ്ങളിലോ പറഞ്ഞു ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ CPM, എന്ത് വന്നാലും ഞങ്ങൾ BJP, അതിലപ്പുറം മാറി ചിന്തിക്കില്ല. അതായത് അവർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുക, എന്ത് മോശം പറഞ്ഞാലും അതിനെ ന്യായീകരിക്കുക, അങ്ങനെയല്ലല്ലോ വേണ്ടത്. നമുക്ക് അതാത് സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ രാജ്യത്തിനെ ഗുണപരമായി മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം കോൺഗ്രസിൻ്റേതാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അത്തരമൊരു പ്രത്യയശാസ്ത്രം സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ഇപ്പോൾ ഇവിടെ കേരളത്തിലെല്ലാവരും ഇൻഡിവിജ്വൽ ചോയ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ചോയ്സിന് പ്രാധാന്യം കൊടുക്കും, വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ചോയ്സിന് പ്രാധാന്യം കൊടുക്കും. പൊളിറ്റിക്സ് മാറുമ്പോൾ എന്താ അത്ര അസഹിഷ്ണുത? ഒരാളുടെ രാഷ്ട്രീയം മാറുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് ബിരിയാണിയാണ് അല്ലെങ്കിൽ നാളെ കഴിച്ചത് സദ്യയാണ്, നിങ്ങളൊന്നും ഇതാരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതെൻ്റെ ചോയ്സ് അല്ലേ? അതുപോലെ തന്നെ അല്ലേ പൊളിറ്റിക്സ്? അതുപോലെ അങ്ങനെ സിമ്പിൾ ആവണ്ടേ? അതല്ലേ ഒരു അല്ല മാറണ്ട. ഞാൻ പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്തത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അത് മാറാനുള്ള സ്പേസ് കൂടി കൊടുക്കുന്നതല്ലേ ഡെമോക്രസി? നമ്മളൊരു മെച്യൂർഡ് ഡെമോക്രസി അല്ലേ 2024 നമ്മൾ നിൽക്കുന്നത്. അവിടെ എന്തിനാണ് എന്നോട് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? ഞാനൊരു പൊളിറ്റിക്കൽ ചേഞ്ച് ഒരു രാഷ്ട്രീയ നിലപാടിൽ മാറ്റം ഉണ്ടാക്കുന്ന സമയത്ത് ഞാനതിനെ സിമ്പിളാക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൽ പറയാം. ഞാനൊരു രാഷ്ട്രീയ നിലപാട് മാറ്റുന്ന സമയത്ത് കേരളത്തിൽ മാത്രമല്ലേ ഈ പ്രശ്നമുള്ളൂ. നിങ്ങളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് അയാളെ കൊല്ലാൻ വേണ്ടി ആളെ വിടുന്നു. ഇപ്പം എന്നെ നേരിട്ട് കൊന്നിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ എന്നെ നാളെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. നാളെ എന്നെ ഒരു ഇന്നോവ വിടുന്നത് മിക്കവാറും CPM-ഉം BJP-യും ചേർന്നിട്ടായിരിക്കും ഞാൻ സംശയിക്കുന്നത്. ഒരു സംയുക്ത ഇന്നോവ വരാനാണ് സാധ്യത. കാരണം ഞാൻ ഇറങ്ങിപ്പോകുന്നത് മാരാർജി പോകുന്നതാണെങ്കിലും കൂട്ടക്കരച്ചിൽ AKG സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പേടിയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. രാഷ്ട്രീയം മാറുന്ന സമയത്ത്, ഇപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മാറുന്ന സമയത്ത് ആ ഒരു മനുഷ്യനെ തീർക്കുക. കേരളത്തിൽ കുറച്ചുകൂടി പൊളിറ്റിക്കൽ മൂല്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ആയാറാം ഗയാറാം പൊളിറ്റിക്സ്. കേരളത്തിന് പുതിയൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ സരിനും സന്ദീപുമായിട്ട് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇവിടെ കേരളത്തിൽ നടത്തിയത്. അതുകൊണ്ടാണ് ഇതിനോട് ഒരു അസഹിഷ്ണുത പൊതു സമൂഹത്തിനുള്ളത്. നിങ്ങൾ സരിനെ എന്നെ താരതമ്യം ചെയ്തത്. സരിൻ ഒരു സീറ്റിന് വേണ്ടി പോയാളാണ്. ഞാൻ കോൺഗ്രസിലേക്ക് വന്നിട്ട് ഈ നിമിഷം വരെ എന്തെങ്കിലും സന്ദീപിനെ പോലെ ഒരാൾ BJP വിട്ട് കോൺഗ്രസിലേക്ക് വെറുതെ പോകുമെന്ന് വിശ്വസിക്കാൻ പാകത്തിന് ഞാൻ 100% എന്നെ കോൺഗ്രസ് ഞാൻ എന്താണോ അറിയിക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം കോൺഗ്രസ് തരുമെന്നാണ് ഞാൻ. അത് സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുന്നത്. അതിലപ്പുറം ഒരു തരത്തിലുള്ള ഡിമാൻഡും വയ്ക്കാതെ കോൺഗ്രസിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഇന്നും സാധാരണ പ്രവർത്തനം നിലകൊള്ളുന്നതാണ്. അതിലപ്പുറം ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ആയാറാം ഗയാറാം പൊളിറ്റിക്സ് എങ്ങനെ എൻ്റെ വിളിക്കുക? ഞാൻ ഇന്നേ വരെ 10-20 വർഷക്കാലം BJP പ്രവർത്തിച്ചതിന് ശേഷം ഒരേ ഒരു തവണയാണ് ഒരു സ്വിച്ച് ചെയ്തിരിക്കുന്നത്, കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആളല്ലോ. ഇപ്പം കേരള കോൺഗ്രസിനെ കുറിച്ച് എന്താ ഇവിടെ പറയാനുള്ളത്? അതല്ലെങ്കിൽ ഇവിടെ എത്രയോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം എന്താ ഞാൻ മാറിയ സമയത്ത്? അതിനെന്തിനാ ആയാറാം കയറുന്ന വിളിക്കുന്നു? ഇല്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ പോരാ. ഞാൻ ഇത്രയും വർഷം ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ച ശേഷം എൻ്റെ ചില ജീവിതാനുഭവങ്ങളുടെ തിരിച്ചറിവുള്ള പേരിൽ ഞാനൊരു പുതിയ സമീപനം സ്വീകരിക്കുന്നു. അതിനെ മറ്റുള്ളവരുമായിട്ട് ചേർത്ത് കെട്ടേണ്ടതില്ല. സരിൻ എവിടെയും ഐഡിയോളജിക്കലായിട്ടുള്ള ഷിഫ്റ്റ് പറഞ്ഞില്ല. അപ്പോൾ സരിൻ പറഞ്ഞത് ഞാൻ CPM-നുള്ളിലെ കോൺഗ്രസ്സുകാരനായിരിക്കുന്നതാണ്. ഞാൻ ഒരിക്കലും കോൺഗ്രസിനുള്ളിലെ BJP-കാരനായിരിക്കില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും, ക്രിസ്റ്റൽ ക്ലിയർ കോൺഗ്രസ്സുകാരനായിരിക്കും. എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉണ്ട്. നമുക്കിപ്പോഴും ക്ലാരിറ്റി വരാത്തത് ഇത്ര എളുപ്പമാണോ ഈ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് എന്നുള്ള ഒരു കാര്യത്തിലാണ്. സന്ദീപ് പറയുന്ന ഒരു ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എത്രയോ കാലമായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പലപ്പോഴും BJP-ക്ക് അകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ അത് BJP മുന്നോട്ട് വയ്ക്കുന്ന പോളറൈസേഷൻ്റെ പൊളിറ്റിക്സിനെതിരായിട്ടുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ആ പാർട്ടിക്കുള്ളിൽ സംഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് എക്സിറ്റ് ഉണ്ടാകുന്നത്. BJP പോലെ ഒരു അടച്ചിട്ട ഒരു കോട്ടയ്ക്കകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിങ്ങൾക്കൊരു എക്സിറ്റ് പോയിന്റ് ചില സമയത്ത് നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻ അറൈസായി ഐ ഗോട്ട് എക്സിറ്റ്, അത്രയേ ഉള്ളൂ. പാർട്ടി ഒരു ക്രൂഷ്യൽ ടൈമിൽ പാർട്ടി വിടുന്നതിനേക്കാൾ ആ പാർട്ടിക്ക് അകത്ത് നിന്ന് അതിനകത്തൊരു കറക്റ്റീവ് ഫോഴ്സ് ആയി അതിനെ ശുദ്ധീകരിക്കുക. പ്രത്യേകിച്ചും ഞാൻ ആദ്യം പറഞ്ഞു
BJPക്ക് അകത്ത് അങ്ങനെ കറക്റ്റീവ് ഫോഴ്സ് ആവാനുള്ള ഒരു ഡെമോക്രാറ്റിക് സ്പേസും ഇല്ല. ഇപ്പം സന്ദീപിന്റെ നേരെ വധഭീഷണി ഉണ്ടായി, ഒരാള് സന്ദീപിന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ വരികയും ചെയ്തു. ആ സമയത്തൊക്കെ സന്ദീപിനെ പ്രൊട്ടക്ട് ചെയ്ത് അയ്യോ, പാർട്ടി ഒന്നും പ്രൊട്ടക്ട് ചെയ്തില്ല, അന്വേഷിച്ചിട്ട് പോലുമില്ല. സുബൈർ വധം കഴിഞ്ഞിട്ട് മുഴുവൻ പാർട്ടി നേതാക്കൾക്കും മാറി നിൽക്കാനുള്ള ഇൻഫർമേഷൻ കൊടുത്ത് എനിക്ക് മാത്രമാണ് കിട്ടാതിരുന്നത്. എൻ്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലാണ് SDPI നേതാവ് കൊല്ലപ്പെട്ടു, സുബൈർ വധം ഉണ്ടായെന്ന് അറിയുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങി, വിഷു ദിവസം ഞാൻ വീട്ടിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വധഭീഷണിയുള്ള അവർ പരസ്യമായിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ 2 നേതാക്കളിൽ ഒരാൾ ഞാനാണ്. എന്നിട്ട് പോലും എന്നെ അറിയിച്ചില്ല. ഞാൻ മരിച്ചോട്ടെ എന്ന് എഴുതിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ കേരളം മുഴുവൻ അവർക്ക് പിന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബലിദാനിയെയും കിട്ടും, അവർക്ക് രക്ഷപ്പെടുകയും ചെയ്യാമല്ലോ. എന്നെ മാത്രം അറിയിച്ചില്ല. അവിടുത്തെ സംഘത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് പ്രൊട്ടക്ഷൻ? ഒരു പ്രൊട്ടക്ഷനും എനിക്കുണ്ടായിട്ടില്ല. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ പ്രവർത്തകർ നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളിലൊക്കെ ഞാൻ അവിടെ ഇല്ല, ഞാൻ മാറി അവിടെ നിന്ന്. അപ്പോൾ ഈ സുബൈർ വധം ഞങ്ങൾക്ക് പ്രത്യേകം പറയാൻ കാരണം, അന്നത്തെ ദിവസം പാലക്കാട്ടെ മറ്റ് നേതാക്കൾക്ക് മുഴുവൻ ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ എനിക്ക് തന്നില്ല. എനിക്കായിരുന്നു ആദ്യം തരേണ്ടിയിരുന്നത്, എനിക്ക് തന്നില്ല. പിന്നീട് പോലീസ് എൻ്റെ പെരിന്തൽമണ്ണയിലെ വീട്ടിലും തൃശ്ശൂരിലെ ഓഫീസിലും അതുപോലെ തന്നെ ഇവിടെ ചെത്തല്ലൂരിലെ വീട്ടിലൊക്കെ പോലീസിൻ്റെ പിക്കറ്റ് വന്നു. സന്ദീപ് വാര്യർ എന്ന് പറയുമ്പോൾ വരുന്ന വൺ ഓഫ് ദി ഇമേജസിലൊന്ന് മലപ്പുറത്തൂടെ ഒരു ഓപ്പൺ ജീപ്പിൽ ഖച്ചുവാർ എന്ന് പറയുന്ന മറാത്ത RSSന്റെ പാലക്കാട് ടൗൺ ആയിരുന്നു, എവിടെയാണെങ്കിലും ഒരു വാർ സോങ് പ്ലേ ചെയ്ത് ഓപ്പൺ ജീപ്പിൽ യാത്ര ചെയ്യുന്ന ഒരു സന്ദീപ് വാര്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സന്ദീപ് വാര്യർക്ക് എത്ര സമയം എടുത്താലും ഈ പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനാവാൻ ഇത്ര എളുപ്പമാണോ എന്നുള്ളതാണ്. എത്ര വട്ടം പറഞ്ഞു. അത് നഗരസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാലക്കാട് വാർ സോങ് വെച്ചിട്ടാണ് സന്ദീപ് ആ ഓപ്പൺ ജീപ്പിൽ, അതൊരു വെല്ലുവിളി, ഒരു വാർ ക്രൈ ആണ് ആ സോങ് വെച്ചിട്ട്. അത് അർത്ഥമറിയാതെ ആയിരിക്കില്ലല്ലോ സന്ദീപ് ആ പാട്ട് വെച്ചിട്ട്. ഞാനല്ലോ പാട്ട് വെക്കുന്നത്. ആ പാട്ട് എനിക്ക് തോന്നുന്നു മൈക്കിൽ വെച്ച പാട്ടായിരിക്കും. ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് പ്രവർത്തകരൊപ്പം ബൈക്ക് റാലിയിൽ പോകുന്നൊരു വീഡിയോ എടുത്തിട്ടില്ല നിങ്ങൾ പറയും. ആ വീഡിയോയിൽ ഉള്ള സന്ദീപ് വാര്യറും ഈ സന്ദീപ് വാര്യറും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ആണ് നമ്മളിപ്പോ നോക്കുമ്പോൾ. ഈ വീഡിയോയിൽ ഞാൻ ഇത്തവണ ഇലക്ഷനിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫിയുടെയും ശ്രീകണ്ഠന്റെയും കൂടെ ഓപ്പൺ ജീപ്പിൽ പോകുന്നത് കണ്ടില്ലേ? അല്ല, അതൊക്കെ ഇത്ര എളുപ്പമാണോ എന്നുള്ളതാണ് ഈ ചോദ്യം. എളുപ്പമാവണ്ടേ? കവർ ചെയ്യാൻ നമ്മൾ 2024 ഒരു മെച്യൂർഡ് ഡെമോക്രസിയിൽ നിൽക്കുന്ന സമയത്ത് അത് എളുപ്പമാവണ്ടേ? നാളെയും ആളുകൾക്ക് ഇത്തരത്തിൽ എളുപ്പത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കണ്ടേ? എന്തിനാണ് കെട്ടിയിടുന്നത്? നമ്മൾ 2024 ഇന്ത്യ പോലെ ഒരു വൈബ്രന്റ് ഡെമോക്രസിയിൽ നിൽക്കുന്ന സമയത്ത് നിലപാടുകൾ സ്വീകരിക്കാനും രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയാനും തെറ്റുണ്ടെങ്കിൽ തിരുത്താനും മാറാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ട എന്തിനാണ് മാധ്യമങ്ങളും ആളുകളും ചേർന്നിട്ട് നീ അവിടെ തന്നെ നിൽക്കുന്നു പറയുന്നത്? ഒരു സംശയം, ഇതുപോലെ ഇനിയും സന്ദീപിന് മാറാമല്ലോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഞാൻ എളുപ്പമാണെങ്കിൽ ഇതേപോലെ എളുപ്പമാണ് മാറണമെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ തിരിച്ചറിവുണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് മാറാൻ ഒരു സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നിന്ന് പലരും മാറിപ്പോയിട്ടുണ്ട്. ഒരാൾക്ക് നേരെയും കോൺഗ്രസ് ഇന്നോവ അയച്ചിട്ടില്ലല്ലോ. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ തരത്തിൽ എന്താ പറയുക, ഹീനമായിട്ടുള്ള രീതിയിലുള്ള അറ്റാക്കുകളൊന്നും ഉണ്ടാവാറില്ല. കോൺഗ്രസ് പരമാവധി സഹിഷ്ണുത കാണിക്കുന്ന ഡെമോക്രാറ്റിക് വാല്യൂസുള്ളൊരു പ്രസ്ഥാനമാണ്. ആ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യം എന്തേ സംഘപരിവാറിനും BJPക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നു? CPM എന്താണോ ചെയ്യുന്നത് അത് തന്നെയല്ലേ ഇവരും ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടുപേരും ചേർന്ന് ഇന്നോവ ഇടുമെന്ന് മാത്രമേ ഭയമുള്ളൂ. കോൺഗ്രസ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇന്നോവ ഇട്ടിട്ടുണ്ട്. ഷാഫി പറമ്പിലും ശ്രീകണ്ഠേട്ടനും ഒക്കെ ഞാൻ ഈ പാർട്ടിയെ ജോയിൻ ചെയ്ത ശേഷം ഓരോ ദിവസവും ഞാൻ ഭക്ഷണം കഴിക്കുന്നവരാണ്, എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് മുഴുവൻ പരിശോധിക്കുകയും. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്ര ഒരു കേഡർ പാർട്ടി സിസ്റ്റം പോലെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. UDF മുഴുവൻ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും. ഒരു സംശയമില്ല, 100%. ഇത് ഒരു കണക്റ്റഡ് ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ ഡാപ്സിയെ കുറിച്ചും മേഡനെ കുറിച്ചൊക്കെ പറഞ്ഞു. സന്ദീപ് വാര്യർ കണ്ടംപററി ലിറ്ററേച്ചറും മ്യൂസിക്കുമായിട്ടൊക്കെ എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്? എനിക്ക് സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലൊക്കെ നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ അതിൽ അത്യാവശ്യം ഇടപെടലുകളൊക്കെ നടത്തുന്ന ആളാണ്. അത്യാവശ്യം എഴുത്ത് ഒക്കെ ഉണ്ട്. അത് പറയാനാവുന്നതേ ഉള്ളൂ.